أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സർവശക്തനും പരിപാലകനുമായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്ന, മാധുര്യം നൽകുന്ന വിശിഷ്ടമായ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജിന്റെ ആ ഒരു മാസത്തിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ പവിത്രമായ ഹജ്ജ് നിർവഹിക്കുന്നതിനു വേണ്ടി വിശുദ്ധമായ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 97-ാമത്തെ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചു. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അല്ലാഹുവോടുള്ള ബാധ്യതയാണ്. വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം അല്ലാഹു ലോകരുടെ ആശ്രയം ഇല്ലാത്തവനാണ്. പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട, നിർബന്ധ കർമ്മങ്ങളിൽപ്പെട്ട കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. സാമ്പത്തികമായ ഭദ്രതയും ശാരീരികമായ ഐശ്വര്യവും ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമാണ്. ഈ കർമ്മം നിർവഹിക്കുന്ന വിഷയത്തിൽ ഹജ്ജിന് പോവാൻ കഴിവുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടായിട്ടും പോകുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ആലോചിക്കാത്തവർ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോമ്പ് നിർവഹിക്കുന്നു, നമസ്കാരം നിർവഹിക്കുന്നു, സക്കാത്ത് നിർവഹിക്കുന്നു, ഇതുപോലെ തന്നെ നിർബന്ധമായിട്ടുള്ള കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറ
197-ാമത്തെ വചനത്തിൽ ഉണർത്തുന്നു, അൽ ഹജ്ജു അശ്ഹറു മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്ന അൽ ഹജ്ജ് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹു അല്ലാഹ് വതസവ്വദൂ ഫഇന്ന ഖൈറ الزാദി അത്തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഹജ്ജ് കാലം എന്ന് പറയുന്നത് അറിയപ്പെട്ട മാസങ്ങളാകുന്നു. ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ, ഹജ്ജിന്റെ പവിത്രമായ കർമ്മത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ പിന്നീട് സ്ത്രീ പുരുഷ സമ്പർക്കമോ ദുർവൃത്തിയോ വഴക്കോ ഹജ്ജിനിടയിൽ പാടുള്ളതല്ല. 3 കാര്യങ്ങൾ ഹജ്ജിന്റെ വേളയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. 1 സ്ത്രീ സംസർഗം, 2 ദുർവൃത്തി, 3 വഴക്ക്. നിങ്ങൾ ഏതൊരു സൽപ്രവൃത്തി ചെയ്തിരുന്നാലും അള്ളാഹു അതറിയുന്നതാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശശുദ്ധി, ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കണം, കരുതിപ്പോവണം. ഹജ്ജ് എന്ന തീർത്ഥാടനത്തിന് വേണ്ടി യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ യാത്രയ്ക്ക് മുൻകരുതൽ നടത്തേണ്ടതുണ്ട്, വിഭവങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു, ഏറ്റവും നല്ല പാഥേയം, യാത്രാ വിഭവം എന്ന് പറയുന്നത് തഖ്വയാണ്. ഒരുപാട് വിഭവങ്ങളുണ്ട്. എന്നാൽ ഈ വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് സൂക്ഷ്മതയാണ്, തഖ്വയാണ്. ബുദ്ധിശാലികളായ നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക. അല്ലാഹുവിന്റെ കൽപ്പനയാണ് സഹോദരങ്ങളെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഈ 2 വ്യക്തിത്വങ്ങൾ ജീവിതത്തിൽ നാം ഓർക്കുന്ന, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ, അള്ളാഹു തന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഹജ്ജിനുള്ള വിളംബരം നടത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജ് 27-ാമത്തെ വചനത്തിൽ ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വഅസ്സിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിനിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നാം പറഞ്ഞു, ഖുർആൻ പറയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നാം പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെ സംബന്ധിച്ച് വിളംബരം ചെയ്യണം. ശരിക്കും നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്നുള്ള വിഭവങ്ങളോ സൗകര്യങ്ങളോ ഒന്നും തന്നെ മക്കയിലില്ല. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെ സംബന്ധിച്ച് വിളംബരം ചെയ്യണം. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ആ ഈ പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയാണ്. അതുകൊണ്ട് വിശുദ്ധമായ കഅബാലയം നിർമ്മിച്ച ശേഷം ഹജ്ജ് കർമ്മത്തിന് വന്നുകൊള്ളാൻ ജനങ്ങളിൽ പ്രഖ്യാപനം നടത്തണമെന്ന് അള്ളാഹുവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചത്. ഈ കൽപ്പന കിട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്റെ ശബ്ദം എവിടെ എത്താനാണ്? ഞാനിങ്ങനെ വിളംബരം ചെയ്താൽ ഈ മൊട്ടക്കുന്നിൽ വെച്ച്, ജനവാസമില്ലാത്ത ഈ പ്രദേശത്ത് വെച്ച്, ഞാൻ ഒരു മൈക്കിന്റെ സൗകര്യം പോലുമില്ലാത്ത ഈ സന്ദർഭത്തിൽ ഞാനിത് പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? അപ്പോ അള്ളാഹ് പറഞ്ഞു, വിളിച്ച് പ്രഖ്യാപിച്ചുകൊള്ള. എന്നാൽ ആ വിളി എത്തിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. അതിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ ഇന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ ഓരോ രാജ്യത്ത് നിന്നും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തിന്റെ മാഹാത്മ്യമാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് അറിയപ്പെട്ട മാസമായിട്ടുള്ള ഈ ഹജ്ജിന്റെ വേളയിൽ ഈ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പ്രയോജനങ്ങൾ എന്ത്? ആ പ്രയോജനം ഒന്ന്, ഹജ്ജ് കർമ്മം തന്നെ ഒരു പുണ്യസ്ഥലത്ത്, ബർക്കത്താക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് നിർവഹിക്കുന്ന കർമ്മമാണ്. അള്ളാഹു
ലക്ഷക്കണക്കിന് പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമിയിൽ വെച്ചാണ് ആരാധനകൾ മുഴുക്കെ നിർവഹിക്കപ്പെടുന്നത്. ഹജ്ജ് കാലത്ത് നടത്തപ്പെടുന്ന ഏത് കാര്യങ്ങളും ബർക്കത്തുള്ള കാര്യങ്ങളാണെന്നാണ്. സഹോദരങ്ങളെ, അറിയപ്പെടുന്ന ദിനങ്ങൾ അല്ലേ, അറിയപ്പെടുന്ന ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ വേള അറിയപ്പെടുന്ന ദിവസങ്ങളാണ്. ഈ വേളകളിൽ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലമുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ കർമ്മം നമുക്കൊക്കെ അറിയാം, ബലി അർപ്പിക്കുക എന്നുള്ളതാണ്. മൃഗത്തെ ബലി നൽകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന് വേണ്ടി ബലി അർപ്പിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്. അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം മാത്രമല്ല, അതിനുവേണ്ടി സന്നദ്ധമായി തന്റെ മകനെ മിനയുടെ താഴ്വാരത്തേക്ക് കൊണ്ടുപോയി അറുക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് വേണ്ട, നീ ആടിനെ അറുത്താൽ മതി, നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിന്റെ ഒരു പ്രതീകാത്മകമായിക്കൊണ്ടാണ് നമ്മൾ ഉളഹിയത്ത് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും പുണ്യമാക്കപ്പെട്ട കർമ്മമാണ് ബലി കർമ്മം എന്നുള്ളത്. ഏറ്റവും വലിയ ത്യാഗത്തിന്റെ പ്രതീകമാണത്, ഭക്തിയുടെ പ്രകടനമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഫകുലൂ മിൻഹാ വഅത്ഇമൂ, അതിന്ന് തിന്നണം, ഭക്ഷിപ്പിക്കണം. സ്വന്തം നമുക്ക് കഴിക്കാം, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാം. അത്ര പുണ്യമാക്കപ്പെട്ട കർമ്മം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആർക്കാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്? നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. 1, മുസ്ലിം ആവുക എന്നുള്ളത്. 2, ബുദ്ധി ഉണ്ടാവുക, വിവേകം ഉണ്ടാവുക എന്നുള്ളത്. 3, പ്രായപൂർത്തിയാവുക. 4, ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക, സാമ്പത്തികമായും ശാരീരികമായും. സാമ്പത്തികം മാത്രം ഉണ്ടായ ഹജ്ജിന് പോകാൻ പറ്റില്ല. ഏറ്റവും ക്ലേശകരമായ നല്ല ത്യാഗമുള്ള ഒരു കർമ്മമാണ്. അപ്പൊ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഭദ്രതയുള്ള ഒരാൾക്കേ നിർവഹിക്കാൻ പറ്റുള്ളൂ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമായ വിവാഹം നിഷിദ്ധമായിട്ടുള്ള ഒരാളുടെ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹജ്ജ് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. ഇത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഏത് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിലും ഒന്നാമതായി നിഷ്കർഷിക്കപ്പെട്ടത് നിയ്യത്താണ്. അല്ലെ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ലികുല്ലി ഇംറിഇൻ മാ നവ. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഹജ്ജിന് പോകേണ്ടത്. അതാണ് നല്ല നിയ്യത്ത്. എന്നാൽ അതിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മുഴുക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാവണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുക, ഇത്തിബാഉസ് സുന്ന എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പ്രാധാന്യമുള്ളതാണ്. മൂന്നാമതായി, അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ബിദ്അത്തുകൾ വെടിയണം. കുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. അല്ലെ, നമ്മൾ എപ്പോഴും മിമ്പറിൽ നിന്ന് കേൾക്കുന്ന സംസാരമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വഴികേടാണ്. എല്ലാ വഴികേടും നരകത്തിലേക്കുള്ളതാണ്. അപ്പൊ പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മം നിർവഹിക്കാൻ പോകുമ്പോ മമ്പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ അജ്മീറിൽ പോകുന്നു, എന്നിട്ട് അവിടെ മഖാമ് സന്ദർശിക്കുന്നു. അള്ളാഹു നിരോധിച്ച ഒരു കർമ്മം, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കാൻ ഇടവരുന്ന ഒരു കർമ്മം, അത് നിർവഹിച്ചിട്ടാണ് പലരും ജാറങ്ങൾ സന്ദർശിച്ച് ഇത്തരത്തിലുള്ള ഔലിയാക്കളുടെ മഖ്ബറകൾ സന്ദർശിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് തീർത്ഥാടനം പോകുന്ന ആളുകൾ മനസ്സിലാക്കണം, ബിദ്അത്തുകളിൽ നിന്ന് മോചനം വേണം. അതുപോലെ ഏകദൈവ ആരാധനയുടെ പ്രഖ്യാപനമാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലേ, എന്താണ് ആ പ്രഖ്യാപനം? അള്ളാഹുവെ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം പറഞ്ഞിരിക്കുന്നു, ഉത്തരം ചെയ്തിരിക്കുന്നു. നിന്റെ വിളിക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ പ്രഖ്യാപനമാണ്. ത്യാഗമനസ്ഥിതിയുള്ള ഒരാൾക്ക് മാത്രമേ ആ ഭൂമിയിൽ എത്താൻ പറ്റുള്ളൂ. അള്ളാഹു പ്രത്യേകമായി കനിഞ്ഞരുളിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കാൻ സാധിക്കുക, അവിടെ ആരാധനകൾ നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഏറ്റവും പരമമായ സ്നേഹം എനിക്ക് അള്ളാഹുവോടാണ് എന്നുള്ള പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ ആ ഹജ്ജിൽ കൂടി നമ്മൾ നിർവഹിക്കുന്നത്.
അല്ലെ? ഇസ്ലാമിലെ ഏറ്റവും ലാളിത്യത്തിന്റെ വസ്ത്രമായ ഇഹ്റാമിന്റെ വസ്ത്രം, രാജാവാണെങ്കിലും യാചകനാണെങ്കിലും ഏത് നിലവാരത്തിലുള്ള ആളുകളാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ ഒന്നാണ്. വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട്, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, ലാളിത്യത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പണ്ഡിതനും പാമരനും രാജാവും പ്രജയും അവിടെ എത്തുന്നത്. അവിടെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ, വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. സഹോദരങ്ങളെ, ക്ഷമയാണ് ഏറ്റവും വലിയ നന്മ. ഹജ്ജ് എന്ന് പറഞ്ഞ ക്ഷമയാണ്. ഹജ്ജിന്റെ ഓരോ സന്ദർഭത്തിലും ക്ഷമയില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ നിർവഹിക്കുന്ന ഒരു കർമ്മമായതുകൊണ്ട് തന്നെ അവിടെ എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ആ സൗകര്യങ്ങൾക്ക് നടുവിൽ അസൗകര്യങ്ങളുണ്ടാവും. അവിടെ ക്ഷമ അവലംബിക്കുക എന്നുള്ളത്, ഒരിക്കലും തർക്കത്തിന്റെ ഒരു മനോഭാവം ആ ഭൂമിയിൽ വെച്ചുണ്ടാവാനേ പാടില്ല. തർക്കിക്കുന്ന ഒരു പ്രകൃതം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തർക്കത്തിൽ നിന്ന് മുക്തമാണ്, അശ്ലീലതകളിൽ നിന്ന്. ഒരു പെണ്ണ് തൊട്ടുരുമ്മിക്കൊണ്ടാണ് എന്റെ കൂടെ നടക്കുന്നതെങ്കിലും ആ പെണ്ണിനോടുള്ള ഒരു വികാരം മനസ്സിന്റെ ഉള്ളിൽ ഞാൻ കാത്തു സൂക്ഷിച്ചാൽ എന്റെ ഹജ്ജ് ബാത്തിലാകും. അതുകൊണ്ട് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ എന്തില്ല? റഫസില്ല, ഫുസൂഖില്ല, തർക്കമില്ല, അശ്ലീലമില്ല. ഇതൊക്കെ ഒഴിവാകുന്ന ഒരു പുണ്യകർമ്മം. അതായത് സ്ത്രീ പുരുഷ സംസർഗം ഉണ്ടാവാൻ പാടില്ല, ആ ചിന്ത ഉണ്ടാവാൻ പാടില്ല, ദുർവൃത്തി ഉണ്ടാവാൻ പാടില്ല, വഴക്കുണ്ടാവാൻ പാടില്ല. അത്ര പവിത്രമായ ഒരു കർമ്മം. വിട്ടുവീഴ്ചയുടെ മത്സരമാണ് ഹജ്ജ് എന്ന് പറയുന്നത്, അല്ലേ? സ്വന്തം കാര്യം മാത്രം നോക്കി ശീലിച്ച ഒരാൾക്ക് ഒരിക്കലും ഹജ്ജിന്റെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ കർമ്മം നിർവഹിക്കാൻ ഒരുപാട് പ്രയാസപ്പെടും. ഓരോ സന്ദർഭത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ കൂടെയുള്ള ഭാര്യ വഴിതെറ്റിപ്പോയേക്കാം. അപ്പൊ ആ ഭാര്യയോട് വന്നു ചേരുന്ന സന്ദർഭത്തിൽ കയർക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ല. പറഞ്ഞ സമയത്ത് തിരിച്ചു വരാത്ത ഒരു സന്ദർഭം നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ടാവാം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കുണ്ടാവാം. യാത്ര ക്ലേശങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് നടക്കാൻ സാധിക്കാതെ വന്നേക്കാം. കിലോമീറ്ററുകളോളം നടക്കേണ്ട സാഹചര്യം ഹജ്ജിലുണ്ട്. ഉദ്ദേശിച്ച ഭക്ഷണം സമയത്തിന് കിട്ടാതെ വന്നേക്കാം. അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. നമ്മളെ വീട്ടിലെ, നമ്മുടെ നാട്ടിൽ നമ്മൾ ശീലിച്ച പല ഭക്ഷണങ്ങളും ഇവിടെ കിട്ടില്ല. നേരത്തെ പ്ലാൻ ചെയ്ത വാഹനം സമയത്തിന് വരണമെന്നില്ല, വന്നാൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നില്ല. കിലോമീറ്ററുകൾ പിന്നിട്ട് നടക്കേണ്ടി വന്നേക്കാം. അവിടെയും വിട്ടുവീഴ്ച ചെയ്യാൻ, ക്ഷമിക്കാനും സാധിക്കണം. എല്ലാ രംഗങ്ങളിലും സഹനം കൈക്കൊള്ളുന്ന ഒരു കർമ്മമാണ് സഹോദരങ്ങളെ ഹജ്ജ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വമ്പിച്ച പ്രതിഫലം, അല്ലേ? നിഷ്കളങ്കമായ ആഗ്രഹത്തോടുകൂടി ആത്മാർത്ഥമായി നാം നിർവഹിക്കുന്ന ഹജ്ജിന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം, ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് നിഷ്കളങ്കമാണ്, പിന്നെ ഒരു തെറ്റും ചെയ്യാത്തവനാണ്, അതേ അവസ്ഥയിലാണ് ഹജ്ജ് പൂർണ്ണാർത്ഥത്തിൽ നിർവഹിച്ച ഒരാളെ അല്ലാഹു പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് ആ കർമ്മം നിർവഹിക്കാൻ സൗഭാഗ്യം ലഭിക്കാത്ത ആളുകൾ നിയ്യത്ത് ചെയ്യുക, തൗഫീക്കിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. എണ്ണപ്പെട്ട ദിനങ്ങൾ, അല്ലെ? കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ, കുറഞ്ഞ ദിവസമേ ഹജ്ജുള്ളൂ. കുറേ ദിവസങ്ങളില്ല, എണ്ണപ്പെട്ട ദിനങ്ങളാണ്. അറിയപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ എത്തുക, അവിടെ സാക്ഷിയാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹജ്ജു അറഫ. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഹജ്ജിന്റെ വേളയിൽ അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ളത്, അല്ലെ? ദുൽഹജ്ജ് 9 അവിടെ എത്തുക എന്നുള്ളത് നിർബന്ധമുള്ളൊരു കർമ്മമാണ്. തവാഫ് എന്നുള്ളത് ഹജ്ജിന്റെ ഭാഗമാണ്.
എത്ര വലിയ തിരക്കുണ്ടെങ്കിലും തവാഫ് നിർവഹിക്കണം. 7 വട്ടം തവാഫ് ചെയ്യുക എന്നുള്ളത്, അതിൽ വുളു ഉണ്ടാവുക എന്നുള്ളത് അല്ലെ, അതിന്റെ ഇടയിൽ വുളു നഷ്ടപ്പെട്ടാൽ ആ തിക്കിലും തിരക്കിലും പെട്ട് വുളു എടുക്കാൻ പോയിട്ട് വീണ്ടും വുളു എടുത്തു വന്നിട്ട് തവാഫ് ചെയ്യുക, അത് പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കർമ്മമാണ്. എത്ര വലിയ ആരോഗ്യമുണ്ടെങ്കിലും ആരോഗ്യമുള്ള ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കുന്ന കർമ്മങ്ങൾ. സഈ, നമുക്കറിയാം, സഫാ മർവക്കിടയിലുള്ള നടത്തം, ആ നടത്തത്തിന് വുളുവിന്റെ നിർബന്ധമല്ല, അത് ഹജ്ജിൽപ്പെട്ട അല്ലെങ്കിൽ ഉംറയിൽപ്പെട്ട കർമ്മാണ്. ഹജറുൽ അസ്വദ് മുത്തുക അല്ലെങ്കിൽ ചുംബിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ഒരാൾക്ക് മുത്താൻ ചുംബിക്കാൻ അവസരമില്ലെങ്കിൽ ആ ഭാഗം എത്തുന്ന സന്ദർഭത്തിൽ വലത് കൈകൊണ്ട് അതിനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനം അല്ലെ, മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ 2 സൂറത്താണ് ആ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട സൂറത്ത്. ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. സംസം വെള്ളത്തിനുള്ള പ്രാധാന്യം അല്ലെ, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന മഹാത്ഭുതമാണ് യഥാർത്ഥത്തിൽ സംസം. ആ സംസം ഷിഫയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ആ പുണ്യഭൂമിയുടെ വലിയൊരു പ്രത്യേകതയാണ് സംസം. അതുപോലെ തന്നെ മിനയിൽ പാർക്കുക എന്നത് ഹജ്ജിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടവരാണ്. എന്നാൽ ലക്ഷക്കണക്കിന് ഹാജിമാർ മിനയുടെ താഴ്വാരത്ത് ആ ടെന്റുകളിൽ 3-4 ദിവസം കഴിയാണ്. അത് നിർബന്ധമുള്ള കർമ്മാണ്. അതുപോലെ തന്നെ ജംറയിൽ കല്ലെറിയുക എന്നുള്ളത്, അറഫയിൽ നിൽക്കുക എന്നുള്ളത്, മുസ്തലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളത്, ഇതൊക്കെ സമയബന്ധിതമായി നമ്മൾ നിർവഹിക്കുമ്പോൾ മാത്രമേ ഹജ്ജ് പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഒരു ഹാജി ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നിർവഹിക്കപ്പെടേണ്ടത് പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതം നൽകിയിരിക്കുന്ന അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സാന്നിധ്യത്തോടുകൂടി നിർവഹിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്നാണ് ഒരു വിശ്വാസി അറിയിക്കുന്നത്. അതുകൊണ്ട് മതത്തിന്റെ ചിഹ്നങ്ങളാണ് സഫാ മർവ. സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ്. അറഫ എന്നുള്ളത് അള്ളാഹിന്റെ ചിഹ്നത്തിൽപ്പെട്ടാണ്. സാധാരണ ഹജ്ജ് അല്ലാത്ത സീസണിൽ നമ്മൾ അറഫയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല. പക്ഷെ ആ അറഫ ദിനത്തിൽ അവിടെ എത്തുക എന്നുള്ളത്, ളുഹർ മുതൽ സൂര്യാസ്തമയം വരെ അവിടെ നിൽക്കുക എന്നുള്ളത്, ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ ഭാഗമാണ്. ഹജ്ജിന്റെ പൂർണ്ണതക്ക് അനിവാര്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹു നിശ്ചയിച്ച ഓരോ നിയമങ്ങളും പാലിക്കാൻ അതിന്റെ ബുദ്ധിയോടുകൂടിയുള്ള സംവാദമല്ല അവിടെ നടക്കുന്നത്. എന്തിനാണ് 7 തവണ തവാഫ് ചെയ്യുന്നത്? ചോദ്യമല്ല. അള്ളാഹ് എന്നോട് അങ്ങനെ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ജംറയിൽ എറിയാൻ പറഞ്ഞു, അതും കൽപ്പനയാണ്. സഫാ മർവയിൽ നടക്കാൻ പറഞ്ഞു, സഈ നടത്താൻ പറഞ്ഞു, അള്ളാഹിന്റെ കൽപ്പനയാണ്. മഖാം ഇബ്രാഹിമിൽ നിസ്കരിക്കാൻ പറഞ്ഞു, അള്ളാഹിന്റെ കൽപ്പനയാണ്. എനിക്ക് ഏറ്റവും വലുത് എന്റെ നാഥനായ അള്ളയാണ്. ഈ ഒരു പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ നമ്മൾ സ്ഥിരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ബലി അർപ്പിക്കാൻ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ അല്ലെ. നമ്മൾ ഈ നാട്ടിൽ താമസിക്കുന്ന സമയത്ത് ദുൽഹജ്ജ് 9-ന് നമ്മൾ അറഫയുടെ നോമ്പ് ഇവിടെ വെച്ച് നിർവഹിക്കുകയാണ്. അത് അള്ളാഹിന്റെ കൽപ്പനയാണ്. അപ്പൊ ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്നുള്ള പ്രഖ്യാപനം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ പരിശുദ്ധമായിട്ടുള്ള ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ മക്ബൂലും മബ്രൂറുമായിട്ടുള്ള ഉംറയും ഹജ്ജും നിർവഹിച്ച ആരോഗ്യത്തോടുകൂടി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹജ്ജ് ഉദ്ദേശിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആരോഗ്യത്തോടുകൂടി ആ ഭൂമിയിലെത്താനും ഹജ്ജ് പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين.